നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് നമുക്ക് യോഗ വിദ്യയെ പ്രയോജനപ്പെടുത്താം. യോഗ വിദ്യയിൽ തന്നെ നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഹസ്തമുദ്രകൾ. ഹസ്തമുദ്രകൾ ഏതൊരു വ്യക്തിക്കും അവരവരുടെ ആരോഗ്യത്തിനായി ഉപയോഗപ്പെടുത്താം. അത്തരത്തിലുള്ള 70-ൽ പരം ഹസ്തമുദ്രകളെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഓരോ രോഗത്തിനുമുള്ള പ്രത്യേകമായിട്ട് ഒന്നിലധികം മുദ്രകൾ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ചെയ്തു വന്നിരുന്നത്. ഓരോ രോഗങ്ങളും ഉള്ളവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ടും അത്തരത്തിലുള്ള രോഗസാധ്യതകൾ ഉള്ളവർക്ക് രോഗങ്ങൾ വരാതിരിക്കാനുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തൈറോയിഡ് രോഗത്തിനുള്ള പ്രതിവിധിക്കായി നമുക്ക് ചെയ്യാവുന്ന ഏതാനും ഹസ്തമുദ്രകളെയാണ്. നിരവധി പേർ മുദ്രകളുടെ വീഡിയോകൾ കണ്ടിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഈ രോഗമുണ്ട്, അതുകൊണ്ട് ഏതൊക്കെ മുദ്രകൾ ചെയ്യണം എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ള തൈറോയിഡ് രോഗത്തിന്, തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഹസ്തമുദ്രകളെ പരിചയപ്പെടാം. തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് 6 ഹസ്തമുദ്രകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ശൂന്യമുദ്ര, സൂര്യമുദ്ര, ഉദാനമുദ്ര, പ്രാണമുദ്ര, ശംഖുമുദ്ര, സുരഭിമുദ്ര എന്നീ മുദ്രകളൊക്കെ 6 മുദ്രകൾ നമുക്ക് തൈറോയിഡ് രോഗികൾക്ക് പ്രയോജനപ്പെടുത്താം. തൈറോയിഡ് രോഗത്തെ അകറ്റി നിർത്താനും ഈ മുദ്രകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നല്ല ഫലത്തെ നൽകും. ഈ പറഞ്ഞ 6 മുദ്രകളും ഞാൻ വിശദമായിട്ട് അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പ്രത്യേകം 6 വീഡിയോകളായിട്ട് ചെയ്തിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഹസ്തമുദ്രകൾ എന്ന പ്ലേലിസ്റ്റ് ഞാൻ എൻഡ് സ്ക്രീനിൽ നൽകുന്നതാണ്. മുദ്രകൾ ചെയ്യുമ്പോൾ ഏറ്റവും ഫലം ലഭിക്കുവാനായിട്ട് തറയിൽ യോഗ മാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ പായയോ ഒക്കെ വിരിച്ചുകൊണ്ട് ഇരുന്നു കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗുണപ്രദം. അങ്ങനെ ഇരുന്നു കൊണ്ട് മുദ്ര ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിനിണങ്ങിയ പാട്ടുകളെ കേൾക്കുകയോ അല്ലെങ്കിൽ ധ്യാനമാർഗം പരിശീലിച്ചിട്ടുള്ളവർക്ക് ധ്യാനത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ സ്വയം മന്ത്രങ്ങൾ ജപിക്കുകയോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യാം. ഏത് മതത്തിലുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള ഭക്തി ഗാനങ്ങൾ കേട്ടുകൊണ്ട് ഈ മുദ്രയെ അനുവർത്തിക്കുന്നതും ഫലപ്രദമാണ്. മുദ്ര ചെയ്തുകൊണ്ട് ഓംകാരം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. അത് അതിയായിട്ടുള്ള ഫലത്തെ നൽകുന്നതുമാണ്. ഇനി തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവർക്ക്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടോ ഒക്കെ ഈ മുദ്രയെ ചെയ്യാം. മറ്റു പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ, ഉദാഹരണമായിട്ട് TV ഒക്കെ കാണുന്ന സമയത്തും കസേരയിൽ ഇരുന്നു കൊണ്ട് മുദ്രയെ ചെയ്യാം. നമുക്കിനി മുദ്രകൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ശൂന്യമുദ്രയെ പരിചയപ്പെടാം. ശൂന്യമുദ്ര നടുവിരലും തള്ളവിരലും ചേർത്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. നടുവിരൽ എന്ന് പറയുന്നത് ഹസ്തരേഖാ വിഭാഗത്തിൽ ശനിയുടെ വിരലാണ്. നടുവിരലിനെ തള്ളവിരൽ കൊണ്ട് അമർത്തി മടക്കി പിടിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റ് 3 വിരലുകൾ, അതായത് ചൂണ്ടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, ഈ 3 വിരലുകൾ നിവർത്തി പിടിക്കുക. തള്ളവിരൽ കൊണ്ട് നടുവിരൽ മടക്കി പിടിക്കുക. ഇങ്ങനെയാണ് ശൂന്യമുദ്രയെ ചെയ്യേണ്ടത്. ശൂന്യമുദ്രയാണ് കാണിക്കുന്നത്. തള്ളവിരൽ കൊണ്ട് നടുവിരൽ അമർത്തി പിടിക്കുക. ഇപ്രകാരം ഇതാണ് ശൂന്യമുദ്ര. ഇനി നമുക്ക് സൂര്യമുദ്രയെ പരിചയപ്പെടാം. അടുത്തത് സൂര്യമുദ്രയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹസ്തരേഖാ വിഭാഗത്തിൽ സൂര്യന്റെ വിരൽ എന്ന് പറയുന്നത് മോതിര വിരലാണ്. അതുകൊണ്ട് തന്നെയാണ് നാമൊക്കെ മോതിരം ധരിക്കുന്നത്. സൂര്യന്റെ വിരലായിട്ടുള്ള സൂര്യനാണ് നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് മോതിരം ധരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിരലായിട്ടുള്ള മോതിര വിരലിലാണ്. ഈ മോതിര വിരലും തള്ളവിരലും കൂടെ ചേർത്താണ് സൂര്യമുദ്രയെ ചെയ്യേണ്ടത്. മോതിര വിരലിനെ തള്ളവിരൽ കൊണ്ട് മടക്കി പിടിക്കുന്നു. ഇപ്രകാരം മടക്കി പിടിക്കുമ്പോൾ മറ്റു 3 വിരലുകളായിട്ടുള്ള ചൂണ്ടുവിരൽ, നടുവിരൽ, ചെറുവിരൽ ഇവ നിവർത്തി വലിച്ചു പിടിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് സൂര്യമുദ്രയെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സൂര്യമുദ്ര നോക്കാം. സൂര്യമുദ്ര തള്ളവിരൽ കൊണ്ട് മോതിരവിരലിനെ മടക്കി പിടിക്കുക. ഇതാണ് സൂര്യമുദ്ര. ഇപ്രകാരമാണ് സൂര്യമുദ്ര ചെയ്യേണ്ടത്. ശൂന്യമുദ്ര നടുവിരൽ മടക്കി പിടിക്കുമ്പോൾ സൂര്യമുദ്ര മോതിരവിരലാണ് മടക്കി പിടിക്കേണ്ടത് എന്ന് മാത്രം. മൂന്നാമത്തെ നമുക്ക് പരിചയപ്പെടേണ്ട മുദ്ര ഉദാനമുദ്രയാണ്. ഉദാനൻ എന്ന് പറയുന്നത് ദശപ്രാണനിൽ ഒരു പ്രാണനാണ്. നമ്മുടെ ശരീരത്തിൽ 10 പ്രാണന്മാരാണുള്ളത്. അതിൽ 5 പ്രധാനപ്പെട്ട പ്രാണന്മാരും 5 ഉപപ്രാണന്മാരുമാണ്.
പ്രാണൻ എന്നത് ഒന്നാമത്തെ പ്രാണന്റെ പേരും അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിങ്ങനെ 5 പ്രാണന്മാരാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതിൽ 4ാമത്തെ പ്രാണനാണ് ഉദാന പ്രാണൻ. ആ ഉദാന പ്രാണന്റെ മുദ്രയാണ് മൂന്നാമത് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് ഉദാന പ്രാണന്റെ മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 4ാമത്തെ പ്രാണനാണ്. അതുകൊണ്ട് തന്നെ 4 വിരലുകൾ ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് 4ാമത്തെ മുദ്ര ചെയ്യേണ്ടത്. അതായത് ചെറുവിരൽ ഒഴികെയുള്ള ബാക്കി എല്ലാ വിരലുകളും അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. തള്ളവിരലുമായിട്ട് അഗ്രങ്ങൾ കൂട്ടിയോജിപ്പിക്കുക. ചെറുവിരൽ ഇതുപോലെ നിവർത്തി പിടിക്കുക. ചെറുവിരൽ ഒഴികെ ബാക്കി എല്ലാ വിരലുകളും അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക. ഇതാണ് ഉദാന മുദ്ര. ഇനി നമുക്ക് ഉദാന മുദ്ര നോക്കാം. ചെറുവിരൽ ഒഴിച്ച് ബാക്കി എല്ലാ വിരലുകളും അഗ്രങ്ങൾ തമ്മിൽ ഇപ്രകാരം കൂട്ടിപ്പിടിക്കുക. ചെറുവിരൽ ഇപ്രകാരം പിടിക്കുക. ചെറുവിരൽ ഒഴികെയുള്ള ബാക്കി എല്ലാ വിരലുകളും അഗ്രങ്ങൾ തമ്മിൽ ഇപ്രകാരം ചേർത്ത് പിടിക്കുക. 4ാമത് നമുക്ക് പഠിക്കേണ്ടത് പ്രാണമുദ്രയാണ്. 5 പ്രധാനപ്പെട്ട പ്രാണന്മാരിൽ ആദ്യത്തെ പ്രാണൻ എന്ന് തന്നെയാണ് പേര്. പ്രാണമുദ്ര ചെയ്യേണ്ടത് ചൂണ്ടുവിരലും നടുവിരലും നിവർത്തി പിടിച്ചുകൊണ്ട് മറ്റ് 3 വിരലുകൾ അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പ്രാണമുദ്ര ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. അതായത് ചെറുവിരലും മോതിരവിരലും അഗ്രങ്ങൾ തള്ളവിരലിൻ്റെ അഗ്രങ്ങളോട് ചേർത്ത് വയ്ക്കുക. നടുവിരലും ചൂണ്ടുവിരലും ഇപ്രകാരം നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് പ്രാണമുദ്രയെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രാണമുദ്ര നോക്കാം. ചൂണ്ടുവിരലും നടുവിരലും നിവർത്തി പിടിക്കുക. തള്ളവിരലും മോതിരവിരലും ചെറുവിരലും ഇപ്രകാരം കൂട്ടി അഗ്രങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതായത് ചെറുവിരൽ, മോതിരവിരൽ, തള്ളവിരൽ 3 വിരലുകളുടെ അഗ്രങ്ങൾ ചേർത്ത് പിടിക്കുക. നടുവിരലും ചൂണ്ടുവിരലും നിവർത്തി പിടിക്കുക. ഇതാണ് പ്രാണമുദ്ര. ഇനി നമുക്ക് 5ാമത്തെ മുദ്രയെ പരിചയപ്പെടാം. 5ാമത്തെ മുദ്ര ശംഖുമുദ്രയാണ്. ശംഖുമുദ്ര ചെയ്യേണ്ടത് വലത് കൈ കൊണ്ട് ഇപ്രകാരം ഇടത് കൈയുടെ തള്ളവിരലിനെ ചുറ്റിപ്പിടിക്കുക. ചുറ്റിപ്പിടിച്ചതിന് ശേഷം ഇപ്രകാരം കൈ ഒന്നിച്ച് ചേർക്കുക. കൈ അടുപ്പിച്ച് വയ്ക്കുക. വലത് കൈയുടെ തള്ളവിരലും ഇടത് കൈയുടെ ചൂണ്ടുവിരലും അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇപ്രകാരമാണ് നമുക്ക് ശംഖുമുദ്ര ചെയ്യേണ്ടത്. ശംഖുമുദ്ര ചെയ്യുക. ഇപ്രകാരം ഇടത് കൈയുടെ തള്ളവിരലിനെ വലത് കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കുക. വലത് കൈയുടെ തള്ളവിരലും ഇടത് കൈയുടെ ചൂണ്ടുവിരലും ഇപ്രകാരം അഗ്രങ്ങൾ ചേർത്ത് വയ്ക്കുക. ഇടത് കൈയുടെ മറ്റ് 3 വിരലുകളും ഇപ്രകാരം അതിനോട് ചേർത്ത് അടുപ്പിച്ച് വയ്ക്കുക. വലത് കൈയുടെ 4 വിരലുകൾ, തള്ളവിരലുകൾ ഒഴികെയുള്ള 4 വിരലുകളും ഇടത് കൈയുടെ തള്ളവിരലിനെ ഇപ്രകാരം ചുറ്റിപ്പിടിക്കുക. ഇപ്രകാരമാണ് ശംഖുമുദ്ര ചെയ്യേണ്ടത്. അടുത്തത് ശംഖുമുദ്രയാണ്. ശംഖുമുദ്ര ഇതുപോലെ ഇടത് കൈയിലെ തള്ളവിരൽ ഇപ്രകാരം ചുറ്റിപ്പിടിക്കുക. വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ തള്ളവിരൽ ഇപ്രകാരം ചുറ്റിപ്പിടിക്കുക. ഇപ്രകാരം തള്ളവിരലും വലത് കൈയുടെ തള്ളവിരലും ഇടത് കൈയുടെ ചൂണ്ടുവിരലും ഇപ്രകാരം അഗ്രങ്ങൾ ചേർത്ത് പിടിക്കുക. ഇടത് കൈയുടെ മറ്റ് 3 വിരലുകളും ഇപ്രകാരം അടുപ്പിച്ച് ചൂണ്ടുവിരലിനോട് ചേർത്ത് വയ്ക്കുക. ഇതാണ് ശംഖുമുദ്ര. ഇപ്രകാരമാണ് ശംഖുമുദ്ര ചെയ്യേണ്ടത്. ഇനി നമുക്ക് 6ാമത് ഒരു മുദ്രയും കൂടി പരിചയപ്പെടാം. അത് സുരഭി മുദ്രയാണ്. സുരഭി മുദ്ര ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. സുരഭി മുദ്രയുടെ വലത് കൈയുടെ ചെറുവിരലും ഇടത് കൈയുടെ മോതിരവിരലും ഇപ്രകാരം അഗ്രങ്ങൾ ചേർത്ത് വയ്ക്കുക. വലത് കൈയുടെ മോതിരവിരലും ഇടത് കൈയുടെ ചെറുവിരലും ഇപ്രകാരം അഗ്രങ്ങൾ ചേർത്ത് വെക്കുക. വലത് കൈയുടെ നടുവിരലും ഇടത് കൈയുടെ ചൂണ്ടുവിരലും ഇപ്രകാരം അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. വലത് കൈയുടെ ചൂണ്ടുവിരലും ഇടത് കൈയുടെ നടുവിരലും ഇപ്രകാരം അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ഒന്നിടവിട്ട വിരലുകൾ ഇപ്രകാരം അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക. ഇതാണ് സുരഭി മുദ്ര. ഇത് തള്ളവിരലും ചേർത്ത് ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ തള്ളവിരൽ ചേർത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്രകാരം സുരഭി മുദ്ര കൈ താഴോട്ട് കുനിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുനിച്ചാണ് സുരഭി മുദ്ര പിടിക്കേണ്ടത്. സാധാരണ ഇങ്ങനെ പിടിക്കുകയല്ല ചെയ്യേണ്ടത്, താഴോട്ട് കുനിച്ചാണ് പിടിക്കേണ്ടത്. ഇത് വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. മടിയിൽ വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വയ്ക്കുമ്പോൾ താഴോട്ട് വിരലിൻ്റെ അഗ്രങ്ങൾ കുനിയുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം. വളരെ എളുപ്പം നമുക്ക് ചെയ്യാം. ഇപ്രകാരം സുരഭി മുദ്രയെ ചെയ്യാം. ഇനി നമുക്ക് സുരഭി മുദ്ര പരിചയപ്പെടാം. സുരഭി മുദ്ര ചെയ്യുന്നത് എല്ലാ വിരലുകളും ഉപയോഗിച്ചാണ്. തള്ളവിരൽ നിവർത്തി പിടിക്കുക. വലത് കൈയുടെ ചെറുവിരൽ ഇടത് കൈയുടെ മോതിരവിരലുമായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം വലത് കൈയുടെ
മോതിരവിരൽ ഇടത് കൈയുടെ ചെറുവിരലുമായിട്ട് യോജിപ്പിക്കുക. വലത് കൈയുടെ നടുവിരൽ ഇടത് കൈയുടെ ചൂണ്ടുവിരലുമായിട്ട് യോജിക്കുക. വലത് കൈയുടെ ചൂണ്ടുവിരൽ ഇടത് കൈയുടെ നടുവിരലുമായിട്ട് യോജിപ്പിക്കുക. ഇപ്രകാരം പരസ്പരം വരുന്ന രീതിയിൽ വരിക. തള്ളവിരലുകൾ ഇപ്രകാരം നിവർത്തി വയ്ക്കുക. ഇപ്രകാരമാണ് സുരഭി മുദ്ര ചെയ്യേണ്ടത്. അതിങ്ങനെ കുനിച്ചു പിടിക്കണം. സുരഭി മുദ്ര ഇപ്രകാരം ഇങ്ങനെ കുനിച്ചാണ് പിടിക്കേണ്ടത്. ഇപ്രകാരമാണ് സുരഭി മുദ്ര പിടിക്കേണ്ടത്. ഒന്നുകൂടെ കാണിക്കാം. ഇപ്രകാരമാണ് സുരഭി മുദ്ര പിടിക്കേണ്ടത്. ഇപ്രകാരം സുരഭി മുദ്രയെ ചെയ്യാം. സുരഭി മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത്? 6 മുദ്രകളെ തൈറോയിഡ് രോഗികൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തി. തൈറോയിഡ് രോഗത്തിൻ്റെ സാധ്യതകളുള്ളവർക്കും ആ രോഗത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ മുദ്രകളെ പ്രയോജനപ്പെടുത്താം. ഇനി രോഗങ്ങളില്ലാത്തവർക്കാണെങ്കിൽ പോലും ഈ മുദ്രകൾ നിരവധിയായിട്ടുള്ള പ്രയോജനങ്ങൾ ചെയ്യുന്നതാണ്. മുദ്രകൾ ചെയ്തുകൊണ്ട് ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വളരെയേറെ ഗുണപ്രദമാണ് എല്ലാ മുദ്രകളും. മുദ്രകൾ വളരെ വിശേഷമാണ്. നമ്മുടെ നാട്യശാസ്ത്രത്തിലുമൊക്കെ നൃത്തശാസ്ത്രത്തിലുമൊക്കെ മുദ്രകളുണ്ട്. അതേപോലെ തന്നെ തന്ത്രവിദ്യയിലും പ്രധാനമായിട്ടും പ്രയോഗിക്കുന്നതാണ് മുദ്രകൾ. തന്ത്രവിദ്യയിൽ പഞ്ചപ്രാണനുകൾക്ക് നിവേദ്യ സമയത്തൊക്കെ മുദ്രകൾ കൊണ്ടാണ് നിവേദ്യം നൽകുന്നത്. ദേവനും ദേവിക്കുമൊക്കെ നിവേദ്യം നൽകുന്നത് മുദ്രകൾ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ യോഗമുദ്രയുടെ പ്രസക്തി അത്രത്തോളമുണ്ട്. അതുപോലെ തന്നെ ശംഖുമുദ്രയും സുരഭി മുദ്രയും ഒക്കെ തന്ത്രശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്ന മുദ്രകളാണ്. ഇപ്രകാരം 6 പ്രധാനപ്പെട്ട മുദ്രകളെ തൈറോയിഡ് രോഗികൾക്കായിട്ട് പരിചയപ്പെടുത്തി. ഈ 6 മുദ്രകൾ, ഓരോ മുദ്രയും 5 മിനിറ്റ് വീതം അരമണിക്കൂർ എടുത്ത് ഈ മുദ്രകളെ ഒന്ന് ചെയ്യുക. നിങ്ങൾ തൈറോയിഡ് രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതോടൊപ്പം ഈ മുദ്രയും കൂടി ഒന്ന് പരിശീലിച്ചു നോക്കുക. പിന്നീട് രോഗം മാറുന്നതിനനുസരിച്ച് മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കൂടുതൽ സമയം ഉള്ളവർക്ക് കൂടുതലായിട്ട് ചെയ്യുന്നതിലും യാതൊരു വിരോധവുമില്ല. ഒരു മുദ്ര 15 മിനിറ്റ് വെച്ചിട്ട് 1.5 മണിക്കൂർ സമയമെടുത്ത് ഈ 6 മുദ്രകളെയും ചെയ്യുകയാണെങ്കിൽ വളരെയേറെ വിശേഷ ഫലത്തെ നൽകും. TV കാണുന്ന സമയത്തൊക്കെ 2-3 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് സിനിമയും ഒക്കെ കാണാറുണ്ട്. ഈ മുദ്രകൾ ഓരോന്നോരോന്നായിട്ട് മാറി തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം. ഫലപ്രദമാണ്. ഇനി കൂടുതൽ സമയമുള്ളവർക്ക് ധ്യാനം ചെയ്യുമ്പോൾ ഈ മുദ്രയൊന്ന് പ്രയോഗിച്ചു നോക്കുക. വളരെ വിശേഷമായിട്ടുള്ള ഫലത്തെ നിങ്ങൾക്ക് കിട്ടും. ധ്യാനത്തിൻ്റെ ഗുണവും മുദ്രയുടെ ഗുണവും ഒരുപോലെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഈ മുദ്രകൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള മുദ്രകൾ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.